ഫുള്ള് കുളിച്ച് കുട്ടപ്പനായി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇപ്പൊ ഇങ്ങനെ പെട്ടച്ച് പോണത് എങ്ങോട്ടാന്ന് നിങ്ങൾക്കറിയോ? നമ്മളെ സിമ്മിയോണ്ട കടയ്ക്ക് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ ഞാനിന്ന് ന്യൂസിൽ കേട്ടായിരുന്നു നല്ല കാച്ചി വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മളാണെങ്കിൽ വിചാരിച്ച് കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇന്ന് മേടിക്കാന്ന്. അധികം പൈസ ഒന്നുമില്ല, എന്റെ കയ്യിലാണെങ്കിൽ ആകെ ഉള്ളത് വെറും 2 കോടി രൂപ മാത്രമാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആ പൈസയും വെച്ചിട്ടാണ് ഇപ്പൊ വണ്ടി മേടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സിമ്മിയോണ്ട കടയ്ക്കുള്ള വഴി ഏതായിരുന്നു? ഈ വഴിയാണ് അല്ല, ബാക്ക് സൈഡിലായിരുന്നല്ലോ. അയാളെ മണ്ട ഫ്രാങ്ക്ലിനെ തൊട്ട് മുന്നിലെത്തിയിട്ടാണ് ഇവൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഫ്രണ്ടിലാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലില്ല. ഓക്കെ, നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ 3 വണ്ടി ഇയാൾ ഈ 3 വണ്ടി സെല് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കനാണ്. ഒരു കാര്യം, വണ്ടിയുടെ അടുത്ത് പോയിട്ട് ഹെൽമെറ്റ് എന്തായാലും ഊരി കളഞ്ഞേക്ക്. ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്തായാലും ഇനി കാറും മേടിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. അതെന്തായാലും പ്ലാൻ ചെയ്തേക്കാം. സിനിമയാണ് സുഖമല്ലേ? നീ എന്താണ് ഇവിടെ? ഞാനിവിടെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ, വണ്ടികൾ സെല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് വണ്ടികൾ അവിടെ കിടക്കുന്ന ഈ വണ്ടികളൊക്കെ തന്നെയാണ് സെല് ചെയ്യാനുള്ളത്. ഇതൊക്കെയാണോ സെല് ചെയ്യാനുള്ളത്? ശരിയാ കേട്ടത്. തൊട്ടടുത്തായിട്ട് ഇയാള് ഫോർ സെയിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എല്ലാം എന്തായാലും സെല് ചെയ്യാനുള്ള വണ്ടികളാണ്. നമുക്ക് എന്തായാലും എല്ലാ വണ്ടികളും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാനും കാര്യങ്ങളുണ്ട്. അതിന് മുന്നേ ആയിട്ട് സിമിയോണെ, ഞാനൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. പൈസയൊക്കെ കയ്യിലിരിക്കല്ലേ, ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് വീശാൻ തന്നെ വിചാരിച്ചു. നല്ല കാര്യം. നീ ഇപ്പൊ വന്നത് നന്നായി. ഇതാണെങ്കിൽ നീ ഇപ്പൊ സെല് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നിനക്ക് തന്നെ തരാം. ശരി, നിനക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടതാണ്? ഫസ്റ്റ് വണ്ടി ആണെങ്കിൽ നമ്മുടെ റൂബി കോഡാണ്. ഇത് തന്നെ കീടില വണ്ടിയാണ്. പ്ലേറ്റിൽ കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളർ വണ്ടിയാണ് കേട്ടോ. ഇത് സംഭവത്തിന് വിഷയമാണ്. ഫസ്റ്റ് ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഇഷ്ടപ്പെട്ടു. ടയറൊക്കെ കണ്ടില്ലേ, നല്ല കീടില സാധനമാണ് കേട്ടോ. രണ്ടാമത്തെ വണ്ടിയാണെങ്കിൽ നമ്മുടെ ഫെരാരിയാണ് വരുന്നത്. സംഭവം റെഡ് കളറിലാണ്. നല്ല കീടില വണ്ടി തന്നെയാണ് കേട്ടോ. എക്സോസ് ഒക്കെ കണ്ടില്ലേ, പറക്ക് ഈ വണ്ടി കേട്ടോ. മൂന്നാമത്തെ വണ്ടി ഇത്തിരി സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇതാണ് മെക്ലാറൻ. എന്റെ മോനെ, ഇതെന്റെ ഫേവറേറ്റ് വണ്ടിയാണ്. പച്ച കളർ സാധനമാണ് കേട്ടോ. സാനാസ് എന്ന് പറഞ്ഞ ബ്രോന്റെ നമ്പർ പ്ലേറ്റ് പേര് കൊടുത്ത വണ്ടിയാണ് നമ്മുടെ മെക്ലാറൻ പച്ച വണ്ടി. നിനക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്? സംഭവം 3 വണ്ടിയും കൊള്ളാം. എനിക്ക് എല്ലാ വണ്ടിയും ഇഷ്ടപ്പെട്ടു. സോ ഒരു കാര്യം ചെയ്യാം, ഇതിലേറ്റവും എക്സ്പെൻസ് വണ്ടി ഏതാ? എക്സ്പെൻസ് വണ്ടി എന്ന് പറയുന്നത് ആ കിടക്കുന്ന മെക്ലാറനാണ് കേട്ടല്ലോ. മെക്ലാറൻ ആണല്ലേ? ശരി, എന്നാ പിന്നെ ഇത് തന്നെ ഞാൻ അങ്ങ് എടുത്തോളാം. ഇത് എത്രയാ? ഒരു 40 ലക്ഷം അല്ലേ? ഞാൻ അങ്ങ് കയ്യിൽ തന്നേക്കാം. 40 ലക്ഷം? 40 ലക്ഷത്തിന് ഒരു കാര്യം, അപ്പുറത്തൊരു സൈക്കിൾ ഇരിക്കും, എടുത്തോണ്ട് പോകും. 40 ലക്ഷത്തിന് അങ്ങനെ കളിയാക്കുന്ന. പിന്നെ ഈ വണ്ടിയുടെ ഒക്കെ വില എത്ര? നീ കിടക്കുന്ന റൂബിക്കോണ്ട വില 6 കോടി രൂപയാണ്. റൂബിക്കോട് 6 കോടി രൂപ? ദൈവമേ. അല്ല, അപ്പൊ പിന്നെ ആ കിടക്കുന്ന ബുഗാറ്റിക്കൊക്കെ നല്ല വില ഇരിക്കത്തില്ലേ? പിന്നെ ആ കിടക്കുന്ന ബുഗാറ്റിക്ക് അതിന് കൂടെ ഇരിക്കുന്ന അത് ബുഗാറ്റി അല്ല, മെക്ലാറിനാണ്. ആ കിടക്കുന്ന മെക്ലാറിന് 15 കോടി രൂപയാണ്. അറിയോ നിനക്ക്? 15 കോടിയോ? അല്ല, അപ്പൊ പിന്നെ ഈ കിടക്കുന്ന വണ്ടിക്ക് ഏകദേശം ഞാൻ പറയാം 4 കോടി ഇരിക്കുന്നേ. കറക്റ്റായിട്ട് ഗസ് ചെയ്തല്ലോ. കൊള്ളാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, പൈസ ഒരു 4 കോടി. അപ്പൊ എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പൈസക്ക് തന്നിട്ട് കൊണ്ടുപോക്കോ. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ ആകെ 2 കോടി രൂപയുള്ളൂ. 2 കോടി വെച്ചിട്ട് ഇത്രയും പ്രീമിയർ ഡീലർഷിപ്പിൽ വന്നിട്ട് വണ്ടി നോക്കാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട് ഫ്രാങ്ക്ലിന്? അതെ, ഇവിടെ വണ്ടി ഒന്നും കൊടുക്കുന്നില്ല. ഈ വണ്ടി ഒന്നും 2 കോടിക്ക് കിട്ടത്തില്ല. ഓ, അങ്ങനെയാണല്ലേ? ശരി. എന്നാ പിന്നെ ഞാനങ്ങ് പോകുന്നു. നിക്ക്. എന്താണ് കാര്യം? പറ. ഞാൻ വന്നല്ലോ, എന്ത് പറ്റി? കാര്യം പറ. ഒരു കാര്യം ചെയ്ത് 2 കോടി അത് ഇത്തിരി കുറവാണ്. ഞാനൊരു കാര്യം ചെയ്യാം, വേറെ 2-3 കാറ് കൂടി ഉണ്ട്, അത് കാണിച്ചാലോ? വേണ്ട. എനിക്കാണെങ്കിൽ ഈ കാറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പൊ എന്തായാലും നടക്കത്തില്ല. നല്ലൊരു കാര്യം ചെയ്യും, വേറെ ആർക്കെങ്കിലും കൊടുത്തോ. ശരി, നീ എന്റെ കൂട്ടുകാരനല്ലേ, ഞാൻ വേണേ പൈസ കുറച്ച് തരാം. ആണല്ലേ? അങ്ങനെ വഴിക്ക് വാ. ഏത് കാറ്? എത്ര രൂപ കുറച്ച് തരാന്ന് പറ. ഏത് കാറെന്താ? ഈ കിടക്കുന്ന റെഡ് ഫെറാറി നിനക്ക് തരാം. അതാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, 3 കോടി രൂപ തന്നാ മതി. 3 കോടി എന്റെ കയ്യിൽ ഇല്ലടൂ. ആകെ 2 കോടി രൂപയാണ്. അതും വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ എന്തായാലും ഈ ഫെരാരി ഒന്നും കിട്ടത്തില്ലല്ലോ. വേറെ വഴിയില്ല, ഞാൻ എവിടെയെങ്കിലും പോയി മേടിച്ചോളാം വേറെ വണ്ടി. എന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ, നീ പിണങ്ങി പോവല്ലേ? തിരിച്ചു വാ. ഇയാൾ എന്താണ് വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നത്? എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്.
എന്തായാലും അവിടെയാണ് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഇട്ട് വെച്ചേക്കാണ്. വണ്ടിയിലേക്കൊക്കെ അവര് ഫയർ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവര് ഫയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അത് ഫ്രാങ്ക്ലിന് എങ്ങനെയെങ്കിലും നമുക്കാണെങ്കിൽ ഇപ്പൊ പോലീസിനെ പറ്റിച്ചേ പറ്റത്തുള്ളൂ. സോ ഇവിടെ നല്ലൊരു എന്റെ മോനെ ഏതാണ് ചമ്പങ്ങനെ കേടുക്കാച്ച് ചമ്പായിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ലാൻഡ് ചെയ്യുന്നു. എന്നിട്ട് നേരെ ആ ഗ്യാപ്പിൽ കൂടെ കട്ട് ചെയ്ത് ഏതായാലും ജമ്പൊക്കെ നമ്മൾ സ്റ്റണ്ട് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഇവിടെ നമുക്ക് പോലീസ് അധികം വരാത്ത ഭാഗത്തേക്ക് വരാം. നേരത്തെ നോക്കുമ്പോഴാണെങ്കിൽ ഫുള്ള് ഹെലികോപ്റ്റർ അതേപോലെ തന്നെ റോഡ് ബ്ലോക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ പോലീസുകാരെ ഒന്നും കാണുന്നില്ല. ഇത് നല്ല സേഫ് പ്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസിനെ ലൂസ് ചെയ്താൽ മാത്രമാണ് ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇഷ്ടംപോലെ അവിടെ നിന്നാണ് പോലീസുകാരൊക്കെ വരുന്നത്. നമുക്ക് എന്തായാലും വണ്ടീന്റെ മുകളിൽ കയറ്റിയേ പറ്റത്തുള്ളൂ. പിടിച്ചില്ല എന്റെ ആളിയാ സെറ്റ് നമ്മളാണ് ഇപ്പൊ സേഫ് ആയിട്ട് പോലീസിനെ നമ്മളെ വിളിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ബ്രീഫ് കേസ് തിരിച്ചെടുത്തിട്ട് പോലീസിനെ പറ്റിയിട്ട് ഇനിയിപ്പോ പോലീസുകാർക്ക് നമ്മളെ കണ്ടാൽ മനസ്സിലാവത്തില്ല. ഈ മാസ്ക് എടുത്ത് മാറ്റിയാൽ മാത്രം പോരെ. അവർക്കാണെങ്കിൽ ആകെ അറിയുന്നത് ഈ മാസ്ക് ഇട്ട ഒരാൾ വന്നിട്ട് നേരെ റോബറി അടിച്ചത് മാത്രമാണ്. സോ വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോ നേരെ നമുക്ക് തിരിച്ച് നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് ടിവി ഓൺ കൊടുക്കാം. ഓക്കെ സെറ്റ് പിടച്ചു വിട്ടോ. നല്ല വീടുള്ള വണ്ടിയാണ് കേട്ടാ ഈ പോർഷൻ. എന്തായാലും കൊള്ളാം വണ്ടി. നമ്മളാണെങ്കിൽ അങ്ങനെ ഇപ്പൊ സിമിയോന്റെ കടയിൽ അവിടെ എത്തിയിട്ടുണ്ട്. അത്ര നേരം ടയർ അവസാനം വണ്ടി തിരിച്ചേക്കുന്നത്. സോ സെറ്റ് എന്തായാലും എത്തി വണ്ടിയൊക്കെ എടുത്ത് മാറ്റി ചേട്ടാ. ഞാനൊരു ട്രിപ്പൊക്കെ അടിച്ച് വണ്ടിയുടെ ഉള്ളിൽ കയറട്ടെ. ഓക്കെ, എന്തായാലും സിമിയോണെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ബ്രീഫ് കേസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ സെറ്റ് ഫ്രാങ്ക്ലിനെ ഞാനാണെങ്കിൽ വിചാരിച്ചത് ചുമ്മാ പറഞ്ഞത്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നിനക്ക് ഫസ്റ്റ് വണ്ടിയായ ഫെറാറി കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ ആണല്ലേ. അതെന്തായാലും നന്നായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ ഫ്രീ ആയിട്ടൊരു ഫെറാറി സ്വന്തമായിട്ടുണ്ട് ആളിയാ. സോ ഇനി എന്തായാലും വണ്ടി നമുക്കൊന്ന് ഓടിച്ചു നോക്കിയേക്കാം. എന്തായാലും നമ്മളെ വണ്ടിയാണ് കേട്ടാ ഇത്. നോക്കട്ടെ, സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണല്ലോ. അമ്പോ ശബ്ദമൊക്കെ കൊള്ളാൻ കേട്ടാ. ഉള്ളിൽ നോക്കി നോക്കട്ടെ ഫെറാറിയുടെ ലോഗോ അതേപോലെ തന്നെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ നോക്കി നല്ല രസമുണ്ട്. ഇനി ഇതെന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല കീഴിലെ റെഡ് കളറും അല്ലേ എന്റെ മോനെ. ഇതിനി നേരെ വീട്ടിൽ കൊണ്ട് നമുക്ക് ഈ വണ്ടി ഇതിന്റെ ഫോട്ടോ എടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്റെ ഒരു പരിചയത്തിലൊരു കൂട്ടുകാരുണ്ടാവാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അങ്ങോട്ട് പോയിട്ട് എന്തായാലും ഇതേപോലത്തെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കാം. അതായിരിക്കും നല്ലത്. അപ്പോഴാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ മന്ദൻ ചിമ്മിയാണെങ്കിൽ കുഴപ്പമില്ല, വിശ്വസിച്ചോളില്ലേ. എന്തായാലും നമുക്ക് നേരെ ഇനി അവന്റെ അടുത്ത്. സോ ഫൈനലി നമ്മൾ എന്തായാലും സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടുകാരന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് ഫ്രാങ്ക്ലിൻ നീ എന്താണ് ഇവിടെ പറഞ്ഞോളൂ. അതെ, എനിക്കൊരു സ്റ്റാച്യു ഉണ്ടാക്കണമായിരുന്നു. അർജന്റ് പെട്ടെന്ന് വേണം. അധികം ടൈമൊന്നും കളയാനില്ല. ഞാൻ ഉണ്ടാക്കി തരാം. ഇതിൽ ഫോട്ടോ ഉണ്ട് കാണിക്കും. നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ആക്കാം കേട്ടോ. ഒന്നും കൊണ്ട് പേടിക്കണ്ട. അതാണ് എന്റെ ഫ്രണ്ട്സ് കണ്ടില്ലേ. ഇപ്പൊ അതേ ആ സ്റ്റാച്യു നമുക്ക് സെറ്റ് ആക്കിയിട്ട് വിട്ടു ആളിയ. ഫൈനലി അങ്ങനെ നമ്മളെ കേടിയതേ നമുക്ക് ആ സ്റ്റാച്യു അതേപോലെ തന്നെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് എന്റെ ആളിയ. ഇനിയിപ്പൊ ഇതും കൊണ്ട് നേരെ നമുക്ക് സിമിയോണെ കൊണ്ട് പറ്റിക്കാം. അപ്പൊ താങ്ക്സ് മനെ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നേരെ നമുക്ക് സിമിയോന്റെ അടുത്തേക്ക് പോവാം. എന്റെ ആളിയ സെറ്റ് ഒടുവില് നമുക്ക് അങ്ങനെ സ്റ്റാച്യു കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഈ സ്റ്റാച്യു ഇപ്പൊ സിമിയോൺ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ റൂബിക്കോൺ കിട്ടുമോളിയെ. എനിക്കാണെങ്കിൽ പോളി ബോധ്യായിട്ടും പാടില്ല. സെറ്റ്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് നേരെ സിമിയോന്റെ അടുത്തേക്ക് പോവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമിയോന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സിമിയോടെ നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതല്ലേ സ്റ്റാച്യു. ശരിക്കും നോക്കിയേ. ഞാൻ വിചാരിച്ചു നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രാങ്ക്ലിൻ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടേ വെറുതെ മണ്ടം സെറ്റ്. അപ്പൊ ഇനി റൂബിക്കോൺ എന്റെ അല്ലേ? അതെ. ഇനി ഈ റൂബിക്കോൺ നിന്റെ സ്വന്തം വണ്ടി.